അതിജീവതയ്ക്കൊപ്പം അതിജീവിതനും രംഗത്ത് വന്നു. ഇനി മുതൽ അങ്ങനെ ഒരു വാക്കുകൂടി വേണം. നമ്മളെപ്പോഴും അതിജീവത എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരല്ലോ. അതിജീവതനായ മറ്റൊരാൾ കൂടി രംഗത്ത് വന്ന് പുള്ളിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് ഉപ്പിലിട്ട് അച്ചാറിടണമെന്ന് മാത്രമല്ല, ഇനി നഷ്ടപരിഹാരവും ബാക്കിയുള്ളത് മടക്കമുള്ള കാര്യങ്ങളൊക്കെയും അതിജീവതന് കൂടി കൊടുക്കണം എന്നാണ് കേൾക്കുന്നത്. അതിജീവതനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി BJP പറയുന്നു. അതിജീവതനോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് ആവശ്യപ്പെട്ടതായും വാർത്ത വരുന്നു. സംഗതി ഇപ്പോൾ അളിഞ്ഞ് പുളിഞ്ഞ് ചളിഞ്ഞ് വളിഞ്ഞ ഒരു സംഗതിയായി ഈ കേസ് മാറുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പറഞ്ഞു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ആരും തൊടാത്ത ഒരു ചീഞ്ഞു നാറിയ സംഭവം പോലെ അത് പൂർണ്ണ അർത്ഥത്തിൽ മാറുകയാണ്. ചാനലുകളിൽ വലിയ വീശിയടിച്ച കൊടുങ്കാറ്റുകളൊന്നും ഇപ്പോൾ കാണാനില്ല. അതിജീവതൻ്റെ സങ്കടവും അതിജീവതൻ്റെ ദുഃഖവും ആരും കേൾക്കാനില്ല. ആരും എങ്ങും മിണ്ടുന്നില്ല. നമ്മുടെ ബാറ്റൺ ബോസിൻ്റെ പഴയ കാലത്തെ ക്രൈം ത്രില്ലറുകളിലെയൊക്കെ പോലെ എങ്ങും കുറ്റാക്കൂരിരുട്ട്, ചീവീടുകളുടെ ശബ്ദം, ഇടയ്ക്കിടെ മൂളുന്ന യക്ഷിപ്പാട്ട് പോലെ കനത്ത ഇരുട്ടിനെ മുറിച്ചു കടന്നു വരുന്ന കാറ്റിൻ്റെ ശീൽക്കാരം എന്നൊക്കെ പറയുന്ന സ്ഥിതിയിലാണ് സംഗതി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലക്ഷ്മി പപ്പേച്ചിയില്ല, അരുൺകുമാർ സാറില്ല, വേറെ ആരുമില്ല. ചാനലുകാരെല്ലാം എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ച് മറ്റെന്തിലേക്കൊക്കെയോ ആകെ തിരിഞ്ഞു മറിഞ്ഞ് പൊളഞ്ഞു പോയിട്ടുണ്ട്. അതിജീവതൻ്റെ നിലവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. അതിജീവതനോടൊന്ന് ചോദിക്കട്ടെ, ഈ അതിജീവതയെ അതിജീവനത്തിനായി ഒപ്പം നിർത്താൻ കഴിയാതെ അത് കയ്യിൽ നിന്ന് പോയതിന് ശേഷം ഇനി അതിൻ്റെ നിയമപരമായ പരിഹാരവും പങ്കും കൂടി വേണമെന്നാവശ്യപ്പെട്ട് ആകെ നാണം കെട്ട് മൊത്തം നാണത്തിൽ കുളിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ ആ നാണത്തിൻ്റെ പങ്ക് എനിക്ക് കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയാണോ ഇതോ ഇനി അതിനപ്പുറത്ത് വേറെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? പണ്ട് ഇത്തരം ആരോപണങ്ങളുമായൊക്കെ വന്നവർ ലക്ഷങ്ങളും കോടികളുമൊക്കെ വാങ്ങിക്കൊണ്ടു പോയെന്ന് കരക്കമ്പി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒപ്പിക്കാനുള്ള സംരംഭകത്വത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ അടുത്ത സമയത്തായി രംഗത്ത് വരുന്ന അതിജീവതൻ എന്ന പ്രാധാന്യം ഈ അതിജീവതന് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനു മുമ്പ് ഒരു അതിജീവതനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ചെള്ളയടിച്ച് പൊട്ടിച്ച് കണ്ണൊക്കെ ചുമപ്പിച്ച് എവിടൊക്കെയോ പിടിച്ചുടച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു. ആ അതിജീവതൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ അതിജീവതൻ്റെ ചിത്രമൊക്കെ പുറത്തു വരുന്നുണ്ടെന്ന് പറയുന്നു. എന്നാലും എഡിറ്റ് ചെയ്യുന്ന മക്കളെ നിങ്ങൾ ചിത്രമൊന്നും കാണിച്ചു കളയരുത്. അതിജീവതൻ്റെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ആളുകൾ എപ്പോഴും പ്രത്യക്ഷപ്പെടാം, നമ്മളൊക്കെ അകത്താവുകയും ചെയ്യാം. അതുകൊണ്ട് അതിജീവതന് വേണ്ടിയും ഇനി എല്ലാവരും ശബ്ദമുയർത്തുക. ജയ് ഹോ.